ഹലോ ഗൈസ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ കോഡിങ്ങിന്റെ വലിയ ആവശ്യമൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഇനി നിങ്ങൾ പഠിത്തം കഴിഞ്ഞ ഒരു ഫ്രഷർ ആയിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ജോലി നോക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്താണ് ടെസ്റ്റിംഗ് എന്നും സ്കോപ്പ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയ റിസൾട്ടും അതിന്റെ ശരിക്കുള്ള റിസൾട്ടും സെയിം ആയിരിക്കണം. അതൊരു വഴിയല്ല, പല വഴികളിൽ കൂടെ ഒക്കെ നോക്കിയാലും അതിന്റെ റിസൾട്ട് സെയിം ആയിരിക്കണം. പിന്നെ അത് ചെയ്യുന്ന ടൈം നമുക്ക് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ സ്റ്റക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി റിസൾട്ട് സെയിം അല്ല കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെയുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് നമ്മളിപ്പോൾ ആമസോൺ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ അതിൽ കറക്റ്റ് ഓപ്ഷൻസ് വരാറില്ലേ? പിന്നെ ഫിൽറ്റർ ചെയ്യുമ്പോൾ എക്സാക്ട് റിസൾട്ട് നമ്മളെ കാണിക്കാറില്ലേ? പിന്നെ നമ്മളത് മിനിമൈസ് ചെയ്ത് വേറൊരു പേജിൽ പോയി തിരിച്ച് ആ പേജിലോട്ട് വരുമ്പോൾ അത് റീറ്റെയിൻ ചെയ്ത് നിൽക്കാറില്ലേ? ഡിലേ ഒന്നുമില്ലാതെ എന്ത് സെർച്ച് ചെയ്താലും അതെല്ലാം പെട്ടെന്ന് തന്നെ കാണിക്കാറില്ലേ? ഇതിനെയൊക്കെയാണ് യൂസർ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ പറ്റി എന്തൊക്കെ അറിയാം? അതായത് ഇതിന് കുറച്ച് റോൾസ് ഉണ്ട്. അതിലൊന്നാണ് മാനുവൽ ടെസ്റ്റർ, പിന്നെ ഓട്ടോമേഷൻ ടെസ്റ്റർ, പെർഫോമൻസ് ടെസ്റ്റർ, സെക്യൂരിറ്റി ടെസ്റ്റർ, അങ്ങനെ ടെസ്റ്റേഴ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നിങ്ങൾ ഇതിന്റെ സ്കോപ്പ് ആയിരിക്കണം അറിഞ്ഞിരിക്കുന്നത്. അതായത് ഏത് IT കമ്പനി ആണെങ്കിലും നോൺ IT കമ്പനി ആണെങ്കിലും അവരുടെ വെബ്സൈറ്റ്, ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ഗെയിംസ് ഇതൊക്കെ IT കമ്പനി കൊടുത്തായിരിക്കും ചെയ്യിക്കുക. പിന്നെ ഡെവലപ്പേഴ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് മാത്രമായിരിക്കും വെക്കുക. ടെസ്റ്റ് ചെയ്ത് പക്കയാക്കി ക്ലയന്റിന്റെ കയ്യിൽ കൊടുക്കേണ്ടത് നമ്മളെ ടെസ്റ്റേഴ്സ് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഉള്ള കാലത്തോളം ടെസ്റ്റേഴ്സും ഉണ്ടാകും. പിന്നെ ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്ത് എവിടെയാണേലും ടെസ്റ്റിങ്ങും IT കമ്പനീസും ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.